This is daily special. No, it's with Preston. It was like with the cabinet. Hold up. പ്രൈസ് ദി ലോർഡ്. ഞാനിന്നിവിടെ ഒരു കഥ പറയുവാൻ പോവുകയാണ്. എൻ്റെ കഥയുടെ പേര് രാജാതിരാജാവ്. ഈ കഥ ഒരു സാങ്കല്പിക കഥയോ ഒരു കെട്ടുകഥയോ അല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഏകദേശം 2016 വർഷങ്ങൾക്ക് മുമ്പ് ഭൂജാതനായി ജനന മരണത്തോട് ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭജിക്കപ്പെടുത്തിയ ലോകരക്ഷിതാവും രാജാതിരാജാവുമായ യേശുവിൻ്റെ കഥയാണിത്. ഈ കഥ നടക്കുന്നത് ലണ്ടനിലോ അമേരിക്കയിലോ ഒന്നുമല്ല, ചരിത്രപ്രസിദ്ധ ഭൂമിയും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിക്കപ്പെടുന്നതുമായ യെരുശലേമിലാണ്. യെരുശലേമിലെ ബേത്ലഹേമിൽ തന്നെ. യെരുശലേമിൽ മറിയ എന്നൊരു കന്യകയുണ്ടായിരുന്നു. നാസറേത്ത് എന്ന ഗലീല പട്ടണത്തിലുള്ളവനായ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞവളാണ് മറിയ. തൻ്റെ ഭാവി വരനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കവേ മറിയ പാടി, പ്രേമമെന്നിൽ വർത്തിക്കുന്നേ പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നു. അതേപോലെ തന്നെ ജോസഫും തൻ്റെ ഭാവി വധുവായ മറിയെ ഓർത്ത് സ്വപ്നങ്ങളും മൂടിപ്പാട്ടുകളും പാടുവാൻ തുടങ്ങി. മേരിയെ വാരികന്റെ പ്രിയേ ചേലും സ്വലോക സുന്ദരിയേ. അങ്ങനെ ഇരിക്കെ ദൈവം തന്റെ പ്രധാന ദൂതനായ ഗബ്രിയേലിനെ മറിയയുടെ അടുത്തയച്ചു. ഒരു പ്രധാന വാർത്തയുമായി. ദൂതൻ മറിയയോട്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം. ഇത് കേട്ടപ്പോൾ മറിയയ്ക്ക് ഭയമായി. കല്യാണ നിശ്ചയം കഴിഞ്ഞവളല്ലേ താൻ, നാട്ടുകാരെന്തു പറയും? തന്നെയുമല്ല തൻ്റെ ഭാവി വരനായ ജോസഫിനോട് താൻ ഇത് എങ്ങനെ പറയും? എന്നാൽ തനിക്ക് പിറക്കുവാൻ പോകുന്നത് ലോകരക്ഷിതാവായ രാജാതിരാജാവാണ് എന്നറിഞ്ഞപ്പോൾ ദൂതന്റെ ആജ്ഞയ്ക്ക് മറിയ വഴങ്ങി. തന്റെ ഭാവി വധുവായ മറിയ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യോസേഫിന് സമാധാനക്കേട് കാരണം ഉറക്കം വരാത്ത രാത്രികളായി. ജോസഫ് മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ കർത്താവിന്റെ ദൂതൻ ഗബ്രിയേൽ യോസേഫിന് പ്രത്യക്ഷനായി. യോസേഫെ, നീ മറിയയെ ചേർത്ത് കൊള്ളണം, മറിയ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നറിയിച്ചു. അത് കേട്ടപ്പോൾ യോസേഫിന് ആശ്വാസമായി. മറിയയെ ചേർത്ത് കൊള്ളുവാൻ യോസേഫ് തീരുമാനിച്ചു. അക്കാലത്ത് ലോകമൊക്കെയും പേർവിൽ ചാർത്തണമെന്ന് അക്കാലത്തെ ഭരണാധികാരിയായ ഓഗസ്തസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. അങ്ങനെ ജോസഫും തൻ്റെ ഭാവി വധുവായ മറിയയെയും കൂട്ടി ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. ക്ഷീണിതയായ മറിയയ്ക്ക് യാത്ര ചെയ്യാനായി ഇന്നത്തെ മറിയമാർക്കുള്ളതുപോലെ ലെക്സസോ BMW ബെൻസ് തുടങ്ങിയ വിലപ്പെട്ട കാറുകളോ മറ്റു വാഹനങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവൾ ഇന്നത്തെ കുട്ടികൾ ഡോങ്കി എന്ന് വിളിക്കപ്പെടുന്ന കഴുതപ്പുറത്ത് ബേത്ലഹേമിൽ ചെന്നെത്തി. ബേത്ലഹേമിൽ വെച്ച് മറിയയ്ക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. മറിയയെ സഹായിക്കാനായി ഇന്നത്തെ മറിയമാർക്കുള്ളതുപോലെ പ്രധാനപ്പെട്ട പ്രഗത്ഭരായ ഡോക്ടേഴ്സോ നഴ്സസോ ഹോസ്പിറ്റലുകളോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ കാലിത്തൊഴുത്തിൽ നമ്മുടെ കഥാനായകനായ യേശുരാജൻ ഭൂജാതനായി. രാജരാജനെ തുണിയിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി. വിവരമറിഞ്ഞു ആട്ടിടയന്മാർ ഉണ്ണിയേശുവിനെ കാണാനായി സമ്മാനങ്ങളുമായി എത്തി. ദൈവത്തിന്റെ ദൂതന്മാരും സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് പാടി, രാജരാജൻ സ്നേഹരാജൻ പാപികളെ തേടി വന്നു, ഭൂതലെ ജീവനെ നൽകിടുവാൻ
കാണുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ശാന്തി. നാളുകൾ അങ്ങനെ നീങ്ങി, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ഇന്ന് യേശു ഒരു ഉണ്ണി യേശുവല്ല. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായി വെണ്മയും ചുമപ്പുമുള്ളവനായി വളർന്ന് ഒരു നല്ല യുവാവായി തീർന്നു. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനക്കാരെയും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഈ യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യമായി. യേശുവിന്റെ ഉപദേശം കേട്ടവർ ആശ്ചര്യപ്പെട്ടു. അന്നാളിൽ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വീഞ്ഞു പോരാതെ വരികയിൽ യേശു പച്ചവെള്ളം വീഞ്ഞാക്കി. ഇത് യേശു ആദ്യമായി ചെയ്ത അത്ഭുതം. ഇതോടെ യേശു ഗലീലയിലും സമീപ പ്രദേശങ്ങളിലും പ്രശസ്തനാകാൻ തുടങ്ങി. യേശു 5 അപ്പം കൊണ്ട് 5000-ത്തെയും 4 അപ്പം കൊണ്ട് 7000-ങ്ങളെയും പോഷിപ്പിച്ചു. ഇന്ന് യേശു ലോകരക്ഷിതാവ്, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന ഒരു മജിഷ്യൻ. കൂടാതെ ENT, ഓർത്തോപീഡിക്, യൂറോളജി, സൈക്യാട്രി തുടങ്ങിയ എല്ലാ സ്പെഷ്യാലിറ്റിയുമുള്ള പ്രഗത്ഭനായ ഒരു ഡോക്ടർ. എവിടേക്ക് തിരിഞ്ഞാലും നാനാവിധ വ്യാധിക്കാർ യേശുവിനെ തിക്കിത്തിരക്കുവാൻ തുടങ്ങി. ഇതിൽ കുരുടർ, മുടന്തർ, തളവാദക്കാർ, കുഷ്ഠരോഗികൾ, ഭൂതഗ്രസ്തർ, രക്തസ്രവമുള്ളവർ തുടങ്ങിയവർ ശ്രദ്ധേയമാണ്. തുപ്പലും ചേറും കൊണ്ടുള്ള മിറക്കിൾ മെഡിസിൻ പുരട്ടി കാഴ്ച ലഭിച്ച കുരുടൻ മറ്റുള്ളവരോടൊപ്പം സന്തോഷത്തോടെ ചേർന്ന് പാടി: കുരുടേരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ, മൂടത്തുള്ളവർ കുതിച്ചുയരും, മേരെല്ലാം സ്തുതി മുഴക്കും. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലാസറും പള്ളിപ്രമണിയായ യായിറോസിന്റെ മകളും നിനവയിലെ വിധവയുടെ മകനും അവരുടെ കുടുംബങ്ങളും അവരുടെ മരിച്ചവരെ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് ഉച്ചത്തിൽ പാടി: 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലേറ മുൻപിൽ കർത്തൻ വാരും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. ഇങ്ങനെ യേശുവിനെ അടുത്തറിഞ്ഞവരെല്ലാം പാപമോചനവും രോഗസൗഖ്യവും വിടുതലുകളും മറ്റ് അനുഗ്രഹങ്ങളും പ്രാപിച്ചു. അങ്ങനെ 33 വർഷം തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം യേശു ലോകത്തിൽ ചിലവഴിച്ചു. തന്റെ ഉപദേശവും അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും കൂടാതെ തന്റെ ദൈവത്വത്തിലും അസൂയ കൊണ്ട പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കൊല്ലാനായി തക്കം പാർത്തു പോന്നു. യേശുവിനോടൊപ്പം അപ്പം നുറുക്കിയ യൂദ യേശുവിനെ സ്നേഹം നടിച്ച് ചുംബിച്ച് എതിരാളികൾക്ക് യേശുവിനെ 30 വെള്ളിക്കാശിന് വിലമതിച്ച് കാണിച്ചു കൊടുത്തു. തന്റെ പ്രിയ ശിഷ്യനായ പത്രോസ് യേശുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവ് എന്ന കുറ്റം വിധിച്ച തന്നെ വിചാരണയ്ക്കായി ഇതാ ഭരണാധികാരി പീലാത്തോസിന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. യേശുവിൽ ഒരു കുറ്റവുമില്ല എന്ന് മനസ്സിലാക്കിയ പീലാത്തോസ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് തന്റെ കൈ കഴുകി. പീലാത്തോസെന്നവനും വിലമതിച്ചു, കുരിശേൽപ്പിച്ചു, തലയിൽ മുള്ളാൽ മുടിയും വച്ചു, പലർ പല പാടുകൾ ചെയ്തു നിന്നെ. അങ്ങനെ നിരപരാധിയായ യേശുവിനെ അവർ ക്രൂരമായി അടിച്ചു, മർദ്ദിച്ചു, പരിഹസിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. മാനവരാശിയുടെ പാപത്തെ വഹിച്ചുകൊണ്ട് പാപമില്ലാത്ത ദൈവകുഞ്ഞാടിത കാൽവരി ക്രൂശിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ടു. 2 കള്ളന്മാരുടെ മധ്യത്തിൽ കള്ളനായി എണ്ണപ്പെട്ട് മുൾക്കിരീടം അണിഞ്ഞു കിടക്കുന്നു. അതാ നോക്കുക, കോൽക്കാത്ത മലയിലേക്ക് വിലാപത്തിന്റെ മാറ്റലി കേൾക്കുന്നില്ലേ? ആ കാഴ്ച ഭയങ്കരം തന്നെ. കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലേ ചേർത്തടിച്ചു പാരരി മാരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ, ആയിരിക്കായി മരിച്ചു മരിച്ചു മരിച്ചു. 9-ാം മണി നേരത്ത് യേശു
ലമാ സബത്കാരി എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഈ സമയത്ത് ദേശമെങ്ങും വലിയ ഭൂകമ്പവും ഉരുട്ടുമുണ്ടായി. അനേക വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്ന് സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. മന്ദിരത്തിലെ തിരശ്ശീല രണ്ടായി കീറി. യേശുവിന്റെ ശരീരം ഒരു ശീലയിൽ ചുറ്റി ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. യേശു ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പേടിച്ച് റോമാ പട്ടാളക്കാർ കല്ലറയിൽ സീൽ ചെയ്ത് കാവലിരുന്നു. എന്നാൽ യേശുവിനെ കല്ലറകളിൽ പിടിച്ചു വയ്ക്കാനായി ആർക്കും കഴിഞ്ഞില്ല. മൂന്നാം നാൾ നമ്മുടെ രാജാവിത സെക്യൂരിറ്റികളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് സ്വർഗാരോഹണം ചെയ്തു. യേശുവിന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടൊപ്പമായിരുന്നു. നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയിട്ട് നിങ്ങളെ ചേർക്കാനായി ഞാൻ വേഗം വീണ്ടും വരുമെന്ന് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അറിയിച്ചു. അനേകം രാജാക്കന്മാർ ജനിച്ചു മരിച്ചു. അവരെല്ലാം ഇന്നും കല്ലറയിൽ തന്നെ. എന്നാൽ നമ്മുടെ രാജാവിന്റെ കല്ലറ മാത്രം ചരിത്ര പ്രസിദ്ധി ആർജിച്ച് ഇന്നും തുറന്നു കിടക്കുന്നു. ഉലക മഹാന്മാരാക്കിലേരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നത യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കഥ ഇന്ന് നമുക്കൊരു വെറും കഥയല്ല, ഒരു വലിയ കാര്യമായി തീർന്നു. ഈ യേശു നമുക്കെല്ലാവർക്കും ഇന്ന് പ്രിയങ്കരനാണ്. അതല്ലേ നാം പാടാറുള്ളത്? നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം മാനവരാശിയുടെ പാപമോചനത്തിന് കാരണമായി തീർന്നു. ഉയരത്തിൽ വസിക്കുന്ന യേശു നമുക്ക് ഇന്ന് രാജാവാണ്. വീരനാം ദൈവം, അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, സൗഖ്യദായകൻ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. He is the life-changing, life-saving and healing specialist. He is the Lion of Judah, Tree of Life, Rock of Ages, Bread of Life, Alpha and Omega. He is a strong tower and He is the light of the world. നാം പാടി സന്തോഷിക്കാറില്ലേ? നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നമുക്ക് നിത്യജീവൻ തന്ന നമ്മുടെ രാജാവ് താമസമേന ഒരു കള്ളനെ പോലെ ഏത് നിമിഷവും നമ്മെ ചേർക്കാനായി വാനത്തിൽ കോടാനുകോടി ദൂതന്മാരോടൊപ്പം വരും എന്ന് നാം നോക്കി പാർക്കുന്നു. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി. ഈ രാജാവിനെ എതിരേൽക്കാനായി നമ്മുടെ ഉടുപ്പിനെ കറകൂടാതെ കാത്തു സൂക്ഷിച്ച് വിശുദ്ധിയോടെ നമുക്ക് കാത്തിരിക്കാം. അതിനായി ദൈവം നമ്മളെ എല്ലാം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സ്റ്റോറിയിൽ നിന്നും വിരമിക്കുന്നു. Praise the Lord, Sister Daisy. Now only I came to know what she does at work. She told me